ഹായ്, എൻ്റെ പേര് അപർണ. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് പാസ്സാവാൻ പറ്റി. ഞാൻ ഫെബ്രുവരിയിലായിരുന്നു ജോയിൻ ചെയ്തത് മെഡ്വെഞ്ചറിൽ. 3 മന്ത്സ് കൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് എക്സാം എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയിരുന്നു. അതിന് കാരണം തന്നെ ഒന്നാമത് നമ്മുടെ ഡോക്ടർ ആൻഡോ സാറാണ്. സാറ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യനും എനിക്ക് റിപ്പീറ്റഡ് ആയിരുന്നു. എനിക്ക് നല്ല പെർസെൻറ്റേജ് സ്കോർ ചെയ്യാൻ പറ്റി. 79% സ്കോർ ചെയ്യാൻ പറ്റി. കാരണം പഠിച്ചതായിരുന്നു 90% എനിക്ക് വന്നിരുന്നത്. എനിക്കിപ്പോൾ ഡൗട്ട് ആയിക്കോട്ടെ ഒക്കെ എനിക്ക് ക്ലിയർ ചെയ്ത് തരികയും പിന്നെ നമ്മുടെ ഗ്രൂപ്പിലായിക്കോട്ടെ ഒരുപാട് സ്റ്റുഡൻസ് ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മെഡ്വെഞ്ചറിലൂടെ എനിക്ക് കിട്ടിയത്. ഇനി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യാം, നന്നായിട്ട് എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റർ വൈസ് പ്രിപ്പയർ ചെയ്യുക. അതായത് ഇപ്പം നമ്മൾ ക്ലാസ്സസ് പഠിക്കുന്നില്ലേ ഓരോ ഡ്രഗ്സിന്റെ, അതൊക്കെ സെപ്പറേറ്റ് ഇരുന്ന് തന്നെ പഠിക്കുക. പിന്നെ എൻ്റെ മെത്തേഡ് എന്ന് വെച്ചാൽ ഞാൻ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുന്തോറും അത് റിവൈസ് ചെയ്യും. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് മെമ്മറിയിൽ എനിക്ക് ഓർമ്മയുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കുക അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ സൈഡ് എഫക്ട്സ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഡ്രഗ്സിൻ്റെ സൈഡ് എഫക്ട്സും നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കണം. കാരണം അതൊക്കെ മെയിൻ അല്ലേ നമ്മൾ അറിയേണ്ടത്. അങ്ങനെ ചെയ്യുക. അപ്പം എല്ലാം പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ട് തന്നെ പഠിക്കണം. ഞാനൊരു 3 തവണ ഞാൻ ഫുൾ റിവൈസ് ചെയ്തിരുന്നു. ഫസ്റ്റ് റിവൈസ് ചെയ്താൽ തന്നെ നമുക്ക് എല്ലാം മെമ്മറിയിൽ നിൽക്കണമെന്നില്ല. അപ്പോൾ ഒരു 1, 2, 3 പ്രാവശ്യം റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അതും ഞാൻ കുറേ ചെയ്ത് നോക്കിയിരുന്നു. നമുക്ക് അറിയാവോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. പിന്നെ ഇപ്പോൾ വൈവി ആയിക്കോട്ടെ, നമ്മൾ എല്ലാം പഠിക്കണം. മെക്കാനിസം ഓഫ് ആക്ഷൻ, സൈഡ് എഫക്ട്സ്, പിന്നെ അത് എങ്ങനെ നമ്മൾ പേഷ്യൻറ്റിനെ കൗൺസിൽ ചെയ്യാം. അതായത് ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ആ ഡ്രഗിനെ പറ്റിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കൗൺസിൽ ചെയ്യണം. അപ്പം അതെന്താന്ന് ചോദിക്കുക. അപ്പം അതൊക്കെയാണ് വൈവയിൽ ചോദിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ ഡ്രഗ്സിൻ്റെ കൗൺസിലിങ്ങും പഠിക്കാം. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നന്നായിട്ട് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്നവർക്കും ഇനിയിപ്പം പ്രിപ്പയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.